ഹലോ മച്ചന്മാരെ, എല്ലാവരോടും ശ്രദ്ധിക്കുക. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, ഇതുവരെ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കണ്ട ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങളോട് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഞാൻ കുറേ ട്രാവൽ ചെയ്ത വീഡിയോസ്, അതായത് നമ്മൾ റോട്ടിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ വണ്ടിയിലെടുത്ത കുറേ അതായത് മനോഹരമായ കാഴ്ചകൾ, റോഡ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഞാൻ എന്തായാലും നമ്മുടെ ഇതിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ബാക്കിൽ നോക്കിക്കണ്ടി അടിപൊളിയാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം ഞങ്ങൾ ഇന്ന് ട്രിപ്പൊന്നും പോയില്ല, കുറേ ഫോട്ടോഷൂട്ട് ആയിരുന്നു. ക്യാമറയൊക്കെ കണ്ടില്ല. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോയി കണ്ടിട്ടോ. മച്ചാന്മാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മളിപ്പോൾ ഇന്ന് ട്രിപ്പൊന്നും പോയില്ല, കുറച്ച് ഫോട്ടോഷൂട്ടിനൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോൾ ചില്ലഞ്ചേരിയാണ്. ചില്ലഞ്ചേരി കോട്ടയക്കുളത്തെ കാഴ്ചകൾ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയില്ല. ഈ റോട്ടിൽ കൂടെ നിങ്ങളൊരു മഴക്കാലത്ത് വരുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെയാണ്. നമ്മുടെ കോട്ടയക്കുളം വന്നിട്ട് ആ ഒരു ഭാഗത്ത് വരും. പിന്നെന്താണ്, ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഫുള്ള് റോഡ്. അനുഭവം നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഫോട്ടോഷൂട്ടിന് ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. പിന്നെന്താണ്, ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ഭയങ്കര സീനാണ്. ഇപ്പോൾ എന്താ പറയുക, എറണാകുളം എല്ലാം ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് തുടങ്ങി. വല്ലാത്ത പ്രശ്നമാണെന്നൊക്കെ പറയണം. അപ്പോൾ ഇനിയിപ്പോൾ ട്രാവലിംഗ് ഒന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നിങ്ങൾ എന്തായാലും, ഞാൻ ഇത്രയും കാലം ഞാൻ കുറേ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കുറേ, അതായത് വണ്ടിയിൽ ഓടുമ്പോൾ കുറേ അടിപൊളി കാഴ്ചകൾ, അതായത് നമ്മൾ ഈ വണ്ടിയിൽ ഓടുമ്പോൾ ആ ഒരു ഫീലില്ലേ, അത് ഞാൻ കുറേ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടോ. അത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീല്. ഞാനിത് കുറേ കാലത്തിന് ശേഷം ഇന്ന് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ അങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങനത്തെ അടിപൊളി വിഷ്വൽസ് ഞാൻ കുറേ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ ഇന്ന് എന്തായാലും ഇങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ആ വിഷ്വൽസൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാ. അത് നമുക്കൊന്ന് എനിക്ക് കാണിച്ചു തരണം തോന്നി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഓണാക്കുന്നത്, വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ആ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ. അടിപൊളിയാണ്, നല്ല രസമാണ്. ഞാൻ മംഗൾ ഡാം പോയത്, മലമ്പുഴ പോയത്, അതുപോലെ വനിക്കിശ്ശേരി പോയപ്പോൾ ഉള്ളത്. പിന്നെന്താണ്, ഇതിപ്പോൾ നമ്മൾ സ്നേഹതീരം പോയത് തൃശ്ശൂർ. അതിൻ്റെ കുറേ വിഷ്വൽസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് പോകാം. അപ്പോഴേക്ക് ഞങ്ങൾ ഇനിയിപ്പോൾ പോയിട്ട് ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് ഈ പരിപാടികൾ ആരംഭിക്കട്ടെ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ അമ്പലത്തിൻ്റെ കവാടം ഫ്രണ്ടിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോട്ടയക്കുളം സ്നേഹതീരം പോകുമ്പോൾ ഞങ്ങൾ പോണ വഴിയാണിത്. അത് സ്നേഹതീരത്തേക്ക് കുറച്ചുള്ളത്. നമ്മൾ തൃശ്ശൂർ ടൗണ് കഴിഞ്ഞിട്ട് നമ്മളൊരു റോഡിലേക്ക് കയറും. ആ റോഡാണിത്.
ഫുള്ള് സൈഡ് ഫുള്ള് മനോഹരമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന കുറേ അധികം പാടങ്ങൾ. അതിൻ്റെ ഒരു റോഡ് സൈഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു യൂക്കാലിസിൻ്റെ പോലത്തെ മരങ്ങൾ വെച്ച് ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററിൻ്റെ അടുത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം. അതുപോലെ മരങ്ങൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആ റോഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറിയിട്ട് ഇപ്പം കടൽ തീരത്തേക്ക് എത്തിത്തുടങ്ങും. സ്നേഹതീരം കടൽ തീരത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി തുടങ്ങും. അപ്പോൾ അവിടെ കിട്ടുന്നൊരു ചെറിയൊരു ഫീൽ. ഇപ്പോൾ നേരെ കാണുന്നത് ആ കടലാണ്. ഇതൊക്കെയായിരുന്നു. പിന്നെ ബാക്കി എൻ്റെ കഴിഞ്ഞ വ്ളോഗിലുണ്ട്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വടക്കഞ്ചേരിയിൽ നിന്ന് ഇടയ്ക്ക് വർക്കിന് നമ്മൾ ഡെയിലി പോവില്ല. അപ്പോൾ എനിക്ക് ചില സമയത്ത് നമുക്ക് ചില ഏരിയ കാണുമ്പോൾ ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ ക്യാമറ വേണം വിഷ്വൽസ് എടുക്കും, എന്നിട്ട് ഞാൻ എത്തിപ്പെടും. അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. സിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ, ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അതിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഒരിക്കലും വണ്ടി ഓടുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ യാത്ര ചെയ്യുമ്പോൾ സ്പീഡ് ഓടിക്കാറില്ല. പിന്നെ ഏറ്റവും വലിയ റൈഡറൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി ഒരു 70-80 കിലോമീറ്റർ സ്പീഡിൽ പോകും. ഒരിക്കലും ഈ കാഴ്ചകളൊന്നും ഒരിക്കലും ഫീൽ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളൊന്നും ഒരു ശ്രദ്ധ ഒരു നിമിഷം നമുക്ക് അങ്ങോട്ടോ നോക്കാൻ കഴിയും. റൈഡിങ്ങിലൊക്കെയാണ് അതൊരു രസമാണ്. അത് വേറെ സ്ഥലങ്ങളിൽ കാഴ്ചകൾ ആൾക്കാരുടെ സ്വഭാവം എല്ലാം മനസ്സിലാക്കി ഇത്രയൊക്കെ എൻ്റെ ഈ ട്രാവൽ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറഞ്ഞു. അച്ഛാ നമ്മൾ ഒരിക്കൽ വന്നിട്ട് മംഗൾ ഡാം വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു കുറച്ച് കാലത്തെ മഴയ്ക്ക് ശേഷമൊക്കെ വന്നിട്ട് മംഗൾ ഡാം അതാ ഒരു ഒന്നും കൂടെ ഒരു പച്ചപ്പെല്ലാം വിരിച്ച് ഒന്നും കൂടെ ഒരു സുന്ദരിയായിട്ടുണ്ട് അല്ലേ? മഴ പെയ്ത് വെള്ളം ഒന്നാമത് മഴ പെയ്തപ്പോൾ എന്താ, അതായത് ചെടികൾക്കൊക്കെ വെള്ളം കിട്ടി. അങ്ങനെ ഒന്നും കൂടെ പച്ചപ്പ് വർദ്ധിച്ചു. അതാണ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഡാമിലെ വെള്ളം നമ്മൾ അന്ന് വന്നതിനെക്കാട്ടി നല്ല കുറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഒരു രക്ഷയില്ല. ഇപ്പോൾ വെള്ളമെല്ലാം കലങ്ങിയിട്ടാണല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതാ പക്ഷെ വിഷ്വൽസ് ഒരു രക്ഷയില്ല, അടിപൊളി. അവിടെ എന്തൊക്കെയോ പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു എന്താണ് ഒരു MW അങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് സെൻട്രലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അങ്ങ് ദൂരെ വരെ ഡാമിൽ കൂടെ പണിയെടുക്കുന്ന വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങ് ഫുള്ള് വെള്ളം തീരെയില്ല, വറ്റി. ഇവിടെ പണി നടക്കുന്നുണ്ട്. പക്ഷെ കാഴ്ചകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ ഒരു പച്ച കളർ ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട. നമ്മളങ്ങനെ ഈ പുള്ളിക്കൊന്നും പോയിട്ടില്ല. നമ്മൾ നേരത്തെ വന്ന് നമ്മൾ കയറിയതാണ്. പിന്നെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുന്ന ഇവിടെയാണ്. അതെല്ലാം ഞാൻ കഴിഞ്ഞ എൻ്റെ മംഗൾ ഡാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അനുവാദ പോകുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റാവട്ടെ. അച്ഛന്മാർ അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ആ അറ്റത്ത് പോകണം. അവിടെ നിന്ന് കുറച്ച് അച്ഛന്മാർ ഞങ്ങൾ മംഗൾ ഡാം നിന്നുകൊണ്ടിരിക്കുമ്പോഴേ അത് കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നത് ഈ ഇരിക്കാനുള്ള ഈ റെസ്റ്റിംഗ് ഏരിയ, ഇത് ഫുള്ള് ഇപ്പോൾ വന്നിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടാണ്. ഇനി ഒരുപാട് അപ്ഡേഷൻ മംഗൾ ഡാം വരാനുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ ഭാഗത്തൊക്കെ വന്നിട്ട് വെള്ളമെല്ലാം ഫുള്ള് ഡൗൺ ആയിട്ടാണ്, ഫുള്ള് വറ്റി. വെള്ളത്തിൻ്റെ കളറെല്ലാം ഒരുമാതിരി ചേഞ്ച്. പിന്നെ അവിടെ MW എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, നമുക്ക് അതിലേക്ക് ഇങ്ങനെ നടന്ന് പറ്റി. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയാണ്. ആ ഒരു നമ്മൾ ഈ ഒരു സമയത്ത് ഇതിന് വെയിലൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വെച്ചാൽ ഞങ്ങളുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. നല്ല പിക്കൊന്നും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അനൂപുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ എൻ്റെ കുറേ ട്രാവൽ ചെയ്ത വീഡിയോസൊക്കെ ഉണ്ടല്ലോ സംഭവം. ഞാൻ കുറേ യാത്ര ചെയ്തതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ബെല്ലേക്ക് നിന്ന് എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇനി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ.